നമുക്കിന്ന് ആവശ്യം സമൂഹത്തിൽ മതനിരപേക്ഷമായ നിലപാടുകളാണ്. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന സമീപനം എടുക്കുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്നിവിടെ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ നീക്കം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പ്രസംഗങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അത് ഭൂരിപക്ഷ വർഗീയതയായി. അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും മാറി മാറി പ്രോത്സാഹിപ്പിച്ചാണ് കേരളത്തിൽ ഇത്തരം വർഗീയ വിദ്വേഷം ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് ബോധപൂർവമായി CPM നടത്തുന്ന ഒരു ശ്രമമാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം ഇനി തീവ്ര വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നാണ് CPM കരുതുന്നത്. അത് അബദ്ധമാണ്. അങ്ങനെയൊന്നും കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനത മതേതര നിലപാടുള്ള ജനതയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും UDFനെ പിന്തുണച്ചത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ പ്രതികരണം അതുതന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ ഈ വർഗീയമായ വിഭജനം ഒഴിവാക്കണം. അവരാണ് ഈ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിനനുസരിച്ച് ആരെ കിട്ടിയാലും അവരെ ഉപയോഗിക്കും. അതാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പ് തുടങ്ങുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. VD സതീശന്റെ യാത്രയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ ക്യാമ്പിന്റെ ലക്ഷ്യം? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനൊരു ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം സ്ക്രീനിങ് കമ്മിറ്റി അനൗൺസ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് ഇനി ഒരു രീതിയുണ്ട്. ഏതായാലും കഴിഞ്ഞ UDF യോഗം തീരുമാനിച്ചത് 20-ാം തീയതിക്ക് മുമ്പ് സീറ്റ് വിഭജനം പൂർത്തിയാക്കണമെന്നാണ്. UDF ഘടകകക്ഷികളുടെ അത് വൈകാതെ ഞങ്ങൾ പൂർത്തിയാക്കും. ഈ സീനിയർ നേതാക്കൾ പലരും മത്സര സ്ഥാനത്ത് ഇപ്പം മുല്ലപ്പള്ളി ശ്രീ അദ്ദേഹം പക്ഷേ വലിയ തോതിൽ പ്രതിഷേധവും ആ ഭാഗത്ത് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൽ സീനിയർ നേതാക്കൾ കൂടി ഉണ്ടാവുമോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. വിജയസാധ്യതയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടത്. വിജയസാധ്യതയാണ്. അപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 53ഓളം ചെറുപ്പക്കാർ മത്സരിക്കാൻ അവസരം കൊടുത്തു. കോൺഗ്രസ് എപ്പോഴും ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. ചെറുപ്പക്കാർക്ക്, യുവതികൾക്ക്, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക്, എല്ലാവർക്കും കഴിയാവുന്നത്ര പങ്കാളിത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 53 പേര് മത്സരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മുതിർന്നവരെല്ലാം മാറി നിൽക്കണമെന്നല്ല. അപ്പോൾ വിജയസാധ്യത നോക്കി പരമാവധി ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും പ്രാധാന്യം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയായിരിക്കും സ്വീകരിക്കുന്നത്. ഈ അൻവറിനെ പല സ്ഥലങ്ങളിലും മത്സരിപ്പിക്കണമെന്ന രീതിയിലൊക്കെ പോസ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അല്ല, അതായിട്ടില്ല. ഇനിയിപ്പോൾ അവരോടൊക്കെ ചർച്ച ആരംഭിക്കും. UDFുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു. അല്ല, ഇതുവരെ ലീഗുമായിട്ടുള്ള ചർച്ച ആരംഭിച്ചിട്ടില്ല. അത് ഈ ആഴ്ച ഇത് ക്യാമ്പ് കഴിഞ്ഞാൽ ലീഗുമായിട്ടും മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കും. അപ്പോഴെല്ലാം അറിയാൻ പറ്റുമോ എന്താണ്, എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യം. അതായത് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഐക്യത്തോടെ യോജിപ്പോടെ മുന്നോട്ട് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.